ഗുഡ് ആഫ്റ്റർനൂൺ സ്റ്റുഡൻസ്. നമുക്ക് ബാക്കി ആ എക്സസൈസിലെ ബാക്കി ആ ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്യാം. എക്സാമ്പിളിൽ ഇനി 1-2 ക്വസ്റ്റ്യൻ ചെയ്യാനുണ്ട്. അത് നമുക്ക് ബാക്കി ചെയ്തിട്ട് നമ്മൾ അടുത്ത ചാപ്റ്ററിലോട്ട് പോകും. അപ്പം എല്ലാവരും പേജ് നമ്പർ ടെക്സ്റ്റിൽ പേജ് നമ്പർ 23 എടുക്കുക. പേജ് നമ്പർ 23 എടുക്കുക ടെക്സ്റ്റിൽ. അതില് എക്സാമ്പിൾ 27 അത് നമ്മൾ ചെയ്തിട്ടില്ല. എക്സാമ്പിൾ 27 എടുക്കുക. എക്സാമ്പിൾ 27 എടുക്കുക പേജ് 23. ക്വസ്റ്റ്യൻ ഇതാണ് പറയുന്നത്, there are 200 individuals. എല്ലാം കൂടെ എത്ര പേരുണ്ട്? ടോട്ടൽ എത്ര പേരുണ്ട്? ടോട്ടൽ 200 ഉണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞായിരുന്നു ഇത് യൂണിയൻ ആണോ അല്ലയോ എന്ന് നമുക്ക് അറിയില്ല. തന്നിരിക്കുന്നതിന്റെ യൂണിയൻ ആണോ അല്ലയോ എന്ന് നമുക്ക് അറിയില്ല. അപ്പൊ നമുക്ക് നോക്കാം. വിത്ത് എ സ്കിൻ ഡിസോർഡർ. അപ്പൊ ഇവിടെ ഒരു സ്കിൻ ഡിസോർഡറിന്റെ കാര്യമാണ് പറയുന്നത്. 120 had been exposed to the chemical C1. അപ്പൊ C1 എന്ന് പറയുന്ന കെമിക്കലിന് എക്സ്പോസ്ഡ് ആയവർ N of C1. അപ്പൊ നമുക്ക് C1ന് കെമിക്കൽ C1 ആയിട്ടുണ്ട്. കെമിക്കൽ C1. അപ്പൊ N of C1 എന്ന് ഞാൻ എടുത്തു. അപ്പൊ N of C1 ഈക്വൽ ടു എത്ര എന്ന് വരും? കെമിക്കൽ C1 N of C1 ഈക്വൽ ടു എത്ര? 120. അപ്പൊ N of C1 വേണ്ട നമുക്ക്. നമ്മളിവിടെ ലെറ്റേഴ്സ് യൂസ് ചെയ്യാറില്ല. നമുക്ക് കെമിക്കൽ C1ന് A എന്നെടുക്കാം. കെമിക്കൽ C2ന് B എന്നെടുക്കും. കെമിക്കൽ C2ന് B എന്നെടുക്കും. കാരണം നമ്മള് സെറ്റിന് നമ്മള് C1 അങ്ങനെയൊന്നും ഡിനോട്ട് ചെയ്യാറില്ലല്ലോ. അപ്പൊ വെറുതെ ഒരു എല്ലാം പെർഫെക്റ്റ് ആയിട്ട് നടക്കട്ടെ. അപ്പൊ ശ്രദ്ധിച്ചോണം, A എന്ന് പറയുന്നത് കെമിക്കൽ C1, B എന്ന് പറയുന്നത് കെമിക്കൽ C2. അപ്പൊ N of A equal to എത്ര? 120 had been exposed to chemical C1. അപ്പൊ N of A equal to 120. അടുത്തത് 50 to chemical C2. 50 പേര് കെമിക്കൽ C2 എക്സ്പോസ്ഡ് ആയി. അപ്പൊ N of B, കെമിക്കൽ C2 എന്ന് പറഞ്ഞാൽ B ആണ്. N of C2 equal to 50. 50 പേര്. 30 to both the chemical C1 and C2. Both C1 and C2. എന്താണത്? ഇന്റർസെക്ഷൻ. എന്താണത്? ഇന്റർസെക്ഷൻ. അപ്പൊ ഞാൻ വീണ്ടും പറയാണ്, ബോത്ത് C1 ആൻഡ് C2, ബോത്ത് A ആൻഡ് B, ബോത്ത് ആപ്പിൾ ജ്യൂസ് ആൻഡ് പൈനാപ്പിൾ ജ്യൂസ്, ബോത്ത് ക്രിക്കറ്റ് ആൻഡ് ഫുട്ബോൾ, ഇതൊക്കെ വരുന്നത് ഇന്റർസെക്ഷൻ ആണ്. ദയവേത് പഠിക്കുക, ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ. അപ്പൊ N of A ഇന്റർസെക്ഷൻ B ഈക്വൽ ടു എത്ര? 30. 30 പേരാണ് രണ്ടിനും അഫക്റ്റ് ആയിട്ടുള്ളത്. ഫൈൻഡ് ദ നമ്പർ ഓഫ് ഇൻഡിവിജ്വൽസ് എക്സ്പോസ്ഡ് ടു കെമിക്കൽ C1 ബട്ട് നോട്ട് കെമിക്കൽ C2, കെമിക്കൽ C2 ബട്ട് നോട്ട് കെമിക്കൽ C1, കെമിക്കൽ C1 ഓർ കെമിക്കൽ C2. അപ്പൊ ഇതാണ് നമുക്ക് തന്നിരിക്കുന്നത്. അതായത് നമുക്ക് ഓരോന്നായിട്ട് നമുക്ക് ആദ്യം നമുക്ക് എന്ത് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആദ്യം നമുക്ക് വെൻ ഡയഗ്രം വരയ്ക്കാം. ഇത് നമ്മൾ സാധാ ഒരു ജസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ആണ് അവിടെ എന്ന് പറയുന്നത്. കെമിക്കൽ C1 ബട്ട് നോട്ട് കെമിക്കൽ C2 അങ്ങനെയൊക്കെ പറഞ്ഞ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഇത് കിട്ടാനായിട്ട് ഞാൻ പറഞ്ഞായിരുന്നു, ഇങ്ങനത്തെ ചോദ്യം കിട്ടാനായിട്ട് ഭയങ്കര ഈസി എന്ന് പറയുന്നത് വെൻ ഡയഗ്രം ആണ്. അപ്പൊ വെൻ ഡയഗ്രം നമുക്ക് ജസ്റ്റ് കണ്ടുപിടിക്കുന്നതിന് മുന്നേ N of A യൂണിയൻ B ഒന്ന് കണ്ടുപിടിക്കും. N of A യൂണിയൻ ബിയുടെ ഫോമുല എന്താണ്? N of A യൂണിയൻ B. ഇത് മൂന്നും അറിയാമെങ്കിൽ നമുക്ക് N of A യൂണിയൻ B കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ ഇത് N of A യൂണിയൻ B അല്ല. ഈ തന്നിരിക്കുന്നത് N of A യൂണിയൻ B അല്ല. N of A യൂണിയൻ B അല്ല. അപ്പൊ N of A യൂണിയൻ B അല്ല എന്ന് പറയുന്നത് നമുക്ക് മൂന്നെണ്ണം വെച്ച് തന്നിരിക്കുന്ന ഇത് മൂന്നും വെച്ച് N of A യൂണിയൻ B കണ്ടുപിടിക്കാൻ പറ്റും. എന്താണ് അതിന്റെ ഫോമുല? N of A പ്ലസ് N of B മൈനസ് N of A ഇന്റർസെക്ഷൻ B. N of A എത്ര? 120 പ്ലസ് N of B എത്ര? 50 മൈനസ് N of A ഇന്റർസെക്ഷൻ B എത്ര? 30. 120 50 കൂട്ടിയ 170 മൈനസ് 30. 170 മൈനസ് 30 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 140 എന്ന് വരും. എത്രയെന്ന് വരും? അത് 140 എന്ന് വരും. ഓക്കെ, ഇനി നമുക്ക് വെൻ ഡയഗ്രം വരയ്ക്കാം. വെൻ ഡയഗ്രം വരച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഏത് ക്വസ്റ്റ്യന്റെ ആൻസർ ആണെങ്കിലും നിങ്ങൾക്ക് കിട്ടും വെൻ ഡയഗ്രത്തിൽ നിന്ന്. ഏത് ക്വസ്റ്റ്യനും ആയിക്കോട്ടെ അതിന്റെ ആൻസർ നിങ്ങൾക്ക് വെൻ ഡയഗ്രത്തിൽ നിന്ന് കിട്ടും. അപ്പോ വെൻ ഡയഗ്രം ഞാൻ വരച്ചു. വലുതായിട്ടാണ് വരച്ചത്. എല്ലാവരും കാണാൻ പറ്റുന്നുണ്ടെന്ന് തോന്നുന്നു. കാണാൻ പറ്റാത്തവർക്ക് ഞാൻ പറയുന്നുണ്ട്. അപ്പൊ പറയുന്നത് ശ്രദ്ധിച്ചാൽ മതി. A, ഇത് B, അതായത് ഇതാണ് നമ്മുടെ C1 എന്ന് പറയുന്ന കെമിക്കൽ, ഇതാണ് C2 എന്ന് പറയുന്ന കെമിക്കൽ. അപ്പോ ഞാൻ ജസ്റ്റ് ഇവിടെ മാർക്ക് ചെയ്യാം. നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇത് കെമിക്കൽ C1 ഉം ഇത് കെമിക്കൽ C2. ഇനി നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവേണ്ട Aയും Bയും
അതുകൊണ്ടാണ് ഞാൻ ഇവിടെ C1 C2 ഇട്ടത്. ഇത് നിങ്ങൾ ഇടണമെന്നില്ല, നമ്മൾ A B എടുത്തിട്ടുണ്ട്. അപ്പൊ A B മാർക്ക് ചെയ്താൽ മതി. ഇത് നിങ്ങൾക്ക് ഞാൻ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറയുന്നതേ ഉള്ളൂ. അപ്പൊ ഞാൻ പറഞ്ഞായിരുന്നു, എപ്പോഴും നമ്മള് വെൻ ഡയഗ്രം വരയ്ക്കുമ്പോൾ അതിന്റെ ഈ റീജിയൻ വേണം മാർക്ക് ചെയ്യാനായിട്ട്, നടുക്കുള്ള ഈ ഇന്റർസെക്ഷൻ റീജിയൻ വേണം മാർക്ക് ചെയ്യാനായിട്ട്. അത് എത്രയാണ് തന്നിട്ടുണ്ട്? നമുക്ക് 30 ആണ് തന്നിട്ടുണ്ട്. 30. അടുത്തത് C1 എന്ന് പറയുന്ന കെമിക്കലിന് അഫക്റ്റ് ആയവർ. C1 എന്ന് പറയുന്ന കെമിക്കൽ, ഇതാണ് C1 എന്ന് പറയുന്ന കെമിക്കലിന് അഫക്റ്റ് ആയവർ. C1 എന്ന് പറയുന്ന കെമിക്കലിന് അഫക്റ്റ് ആയവർ എത്ര പേരുണ്ട്? C1 എന്ന് പറയുന്ന കെമിക്കലിന് അഫക്റ്റ് ആയവര് 120 പേരാണുള്ളത്. 120 പേരില് 30 പേര് നമ്മളെ എടുത്തു കഴിഞ്ഞു. 120 പേരില് 30 പേര് നമ്മൾ എടുത്തു കഴിഞ്ഞു. ബാക്കി എത്ര പേരാണുള്ളത്? 90 പേര്. 90 30 അല്ലെ 120 എന്ന് പറയുന്നത്. അപ്പൊ ടോട്ടൽ എത്രയായി മാറിയത്? 120 ആയി മാറി. അടുത്തത് ബി എന്ന, അതായത് C2 എന്ന് പറയുന്ന കെമിക്കലിന് അഫക്റ്റ് ആയവർ, അതായത് എത്ര പേരാണ് അതെന്ന് പറയുന്നത്? ടോട്ടൽ 50 പേരാണ്. അപ്പൊ ഇത് മൊത്തം എന്ന് പറയുന്നത് 50 പേരാണ്. 50 പേരാണ് അത് മൊത്തം എന്ന് പറയുന്നത്. അതിൽ 30 മാർക്ക് ചെയ്ത്. അപ്പൊ ബാക്കി എത്രയാണ്? 20. ടോട്ടൽ എല്ലാം കൂടെ എത്ര പേരുണ്ടായിരുന്നു? 200 പേരുണ്ടായിരുന്നു. എല്ലാം കൂടെ 200 പേരുണ്ടായിരുന്നു. അതിൽ ഏതെങ്കിലും ഒന്നിന് അഫക്റ്റ് ആയവര് 90 പ്ലസ് 30 എത്രയാണ്? 120. 120 പ്ലസ് 20 എത്രയാണ്? 140. അതാണ് നമ്മുടെ യൂണിയൻ എന്ന് പറയുന്നത്. അതായത് കെമിക്കൽ C1 മാത്രമോ കെമിക്കൽ C2 മാത്രമോ അല്ലെങ്കിൽ രണ്ട് കെമിക്കലും കൂടെ അഫക്ട് ചെയ്തവർ ആകെ എത്ര പേര്? എല്ലാം കൂടെ ഈ കെമിക്കലിനോട് അഫക്ട് ചെയ്ത എത്ര പേരുണ്ട്? 140 പേരുണ്ട്. അപ്പൊ 200 പേര് എല്ലാവരും ആ കെമിക്കലിന് അഫക്ട് ആവുന്നുണ്ടോ അവിടെ എന്ന് പറയുന്നത്? ഇല്ല. അതുകൊണ്ടാണ് നമ്മൾ യൂണിയൻ ആയിട്ട് എടുക്കാത്തത്. ഈ 200 എന്ന് പറയുന്നത് എന്തായിട്ട് എടുക്കാത്തത്? യൂണിയൻ ആയിട്ട് എടുക്കാത്തത്. ഈ 200 പേരിലെ എല്ലാരും ഈ കെമിക്കൽ ബാധിച്ചിട്ടില്ല. ഞാൻ പറയാണ് 200 മൈനസ് 140, 60 പേർക്ക് കെമിക്കൽ C1 കെമിക്കൽ C2 അല്ലെങ്കിൽ രണ്ടുമോ ഒന്നും വന്നിട്ടില്ല, ഒരു പ്രശ്നവും വന്നിട്ടില്ല, സ്കിന്നിന് ഡിസോർഡർ വന്നിട്ടില്ല. അവര് 60 പേരും ഒരു കുഴപ്പവും ഇല്ലാത്തവരാണ്. ഈ 140 പേർക്കാണ് കെമിക്കൽ C1 കൊണ്ടുള്ള അസുഖം മാത്രം, അല്ലെങ്കിൽ കെമിക്കൽ C2 കൊണ്ടുള്ള അസുഖം മാത്രം, അല്ലെങ്കിൽ രണ്ട് കെമിക്കലും കൊണ്ടുള്ള അസുഖം വന്നിട്ടുള്ളത്. ഈ 140 പേർക്ക് മാത്രമാണ്. ടോട്ടൽ 200 പേരില് എന്താണ് 140 പേർക്ക് മാത്രമാണ് ഈ അസുഖം വന്നത് ഈ കെമിക്കൽ കാരണം. ബാക്കി 60 പേർക്ക് എന്ന് പറയുന്നത് ഒരു പ്രശ്നമില്ല അവിടെ എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു ചോദ്യം ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടില്ല. വേണമെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാം. ഫൈൻഡ് ദ നമ്പർ ഓഫ് പീപ്പിൾ who were not affected with any of the chemicals, neither chemical C1 nor chemical C2. അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് വേണമെങ്കിൽ ആഡ് ചെയ്യാം. ആഡ് ചെയ്ത് അതിന്റെ ആൻസർ എന്താണ്? 200 മൈനസ് 140. അതിന്റെ ആൻസർ എന്താണ്? 60 ആണ്. ആ ക്വസ്റ്റ്യൻ അവിടെ ചോദിച്ചിട്ടില്ല, ഞാൻ ജസ്റ്റ് ആഡ് ചെയ്തേ ഉള്ളൂ. നിങ്ങൾ ആഡ് ചെയ്യുക. നിങ്ങൾ ആ ക്വസ്റ്റ്യനിൽ നിങ്ങൾ ഇത് നോട്ട് ചെയ്യും. ഇതെല്ലാരും നോട്ട് ചെയ്ത് തരുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. എല്ലാരും ഞാൻ ഈ പഠിപ്പിക്കുന്ന ക്വസ്റ്റ്യൻ എല്ലാം നോട്ട് ചെയ്ത് വേണം വരാനായിട്ട്. എന്ത് ഞാനിവിടെ ബോർഡിൽ എഴുതിയാലും നോട്ട് ചെയ്ത് വേണം വരാനായിട്ടത്. എല്ലാ കാര്യങ്ങളും ഏത് ചോദ്യം എഴുതിയാലും ചോദ്യം എഴുതാൻ നോട്ട് ചെയ്യുക. ചോദ്യം എന്തായാലും എഴുതാം. പിന്നീട് നിങ്ങൾക്ക് ചോദ്യം നോക്കാൻ ടെക്സ്റ്റ് ഒക്കെ തപ്പി ഇരിക്കേണ്ടി വരും. ഇത് ഒരു ബുക്കൊന്നല്ല, 10-15 ബുക്കൊക്കെ വേണ്ടി വരും. അപ്പൊ നിങ്ങൾ ടെക്സ്റ്റ് തപ്പി ഇരിക്കുക ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് ക്വസ്റ്റ്യൻ എഴുതുക. ക്വസ്റ്റ്യൻ എഴുതാൻ സ്ഥലം വിടുക. പിന്നീട് ക്വസ്റ്റ്യൻ എഴുതുക. ക്വസ്റ്റ്യൻ എഴുതിയിട്ട് ഞാൻ എഴുതുന്നതെല്ലാം നിങ്ങൾ നോട്ട് ചെയ്ത് വേണം വരാനായിട്ട് അവിടെ. ഓക്കെ, അപ്പോ നിങ്ങൾ അതും കൂടെ ആഡ് ചെയ്യാം. ഞാനിപ്പോ പറഞ്ഞ കാര്യം കൂടെ ആഡ് ചെയ്യാം. നമ്പർ ഓഫ് പീപ്പിൾ ഹു ആർ നെയ്തർ affected with chemical C1 nor chemical C2. അതെന്ന് പറയുന്നത് അതിന്റെ ആൻസർ എന്താണ്? 200 മൈനസ് 140 ചെയ്താൽ മതി. 60 പേർക്ക് ഈ ഒരു പ്രശ്നവും ഇല്ല അവിടെ എന്ന് പറയുന്നത്. അവര് ഓക്കെയാണ്. അടുത്ത നമുക്ക് ക്വസ്റ്റ്യനിലോട്ട് വരാം. ഫൈൻഡ് ദ നമ്പർ ഓഫ് ഇൻഡിവിജ്വൽസ് ഹു എക്സ്പോസ്ഡ് ടു കെമിക്കൽ C1 ബട്ട് നോട്ട് കെമിക്കൽ C2. കെമിക്കൽ C1 ബട്ട് നോട്ട് കെമിക്കൽ C2 എന്ന് വെച്ച് കഴിഞ്ഞാൽ C1 മാത്രം അഫക്ട് ആയവർ, C2 ഇല്ല. കെമിക്കൽ C1 ബട്ട് നോട്ട് കെമിക്കൽ C2. മനസ്സിലായിക്കൂടെ? ഇംഗ്ലീഷ് മനസ്സിലായില്ലേ? C1 മാത്രം അഫക്ട് ആയത്, അതില് C2 അഫക്ട് ആയവര് വരാൻ പാടില്ല. C1 മാത്രം അഫക്ട് ആയവർ, ഇതാണ് C1. അപ്പൊ C1 മാത്രം അഫക്ട് ആയവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പാർട്ടാണ് എന്ന് പറയുന്നത്. ഈ ഒരു പാർട്ടാണ് C1 മാത്രം അഫക്ട് ആയവരെന്ന് പറയുന്നത്. ഇത് C2 അല്ലേ? ബട്ട് നോട്ട് C2 എന്നാണ് പറഞ്ഞിട്ടുള്ളത്. C2 വരാൻ പാടില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. C1 മാത്രം അഫക്ട് ആയവർ. C1 മാത്രം അഫക്ട് ആയവര് നമുക്ക് കാൽക്കുലേഷന്റെ ആവശ്യം എന്തെങ്കിലും ഉണ്ടോ? ഒരു ഫോർമുലയുടെ ആവശ്യം എന്തെങ്കിലും ഉണ്ടോ? നമുക്ക് ഇല്ല. ഞാൻ നിങ്ങളെ ഒരു ഫോർമുല ഞാൻ പഠിപ്പിക്കുന്നില്ല അവിടെ എന്ന് പറയുന്നത്. വെൻ ഡയഗ്രം നോക്കിയാൽ മതി. നിങ്ങൾ വെൻ ഡയഗ്രത്തിൽ എത്ര എഴുതിയിട്ടുണ്ട്? അവിടെ 90 എന്ന് എഴുതിയിട്ടുണ്ട്. അതാണ് അതിന്റെ ആൻസർ. എഴുതുക നമ്പർ ഓഫ് ഇൻഡിവിജ്വൽസ്. സ്റ്റെപ്പായിട്ട് എഴുതുക. നമ്പർ ഓഫ് ഇൻഡിവിജ്വൽസ് ഹു ആർ അഫക്റ്റഡ് വിത്ത് കെമിക്കൽ C1 ബട്ട് നോട്ട് കെമിക്കൽ C2 ഈക്വൽ ടു എത്ര എന്ന് എഴുതുക? 90. രണ്ടാമത്തത്, അവർ ടെക്സ്റ്റിൽ എന്തൊക്കെയൊക്കെ ഫോർമുലയൊക്കെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ആ ഫോർമുല ഒന്നും ആവശ്യമില്ല. ഫോർമുല കൊടുത്തിട്ടുണ്ട് അവിടെ ഉണ്ട്. അതിന്റെ ഫോർമുല ഒന്നും നമുക്ക് ആവശ്യമില്ല. നമുക്ക് അല്ലാതെ ഈ വെൻ ഡയഗ്രം വരച്ച് നിങ്ങൾ ചെയ്താൽ മതി. വെൻ ഡയഗ്രം നല്ല വൃത്തിയായിട്ട് വലുതായിട്ട് വരച്ചോളണം. അതിലാണ് കാര്യം എന്ന് പറയുന്നത്. അതിന് നിങ്ങൾക്ക് മാർക്ക് വരും. ഇനി അടുത്തത് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ,
കെമിക്കൽ C2 ബട്ട് നോട്ട് കെമിക്കൽ C1. അതായത് C2 മാത്രം C1 വരാൻ പാടില്ല. ഇതാണ് C1. C2 മാത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഈ ഒരു പോർഷൻ ആണ്. C2 മാത്രം എന്ന് പറഞ്ഞാൽ ഈ ഒരു പോർഷൻ ആണ്. ശരിയല്ലേ? നോക്കിയാൽ മതി എത്രയാണ് ആ നമ്പർ എന്ന് പറയുന്നത്. എത്രയാണ്? അപ്പൊ എഴുതുക, നമ്പർ ഓഫ് ഇൻഡിവിജ്വൽസ് ഹു വെയർ അഫക്റ്റഡ് വിത്ത് കെമിക്കൽ C2 ബട്ട് നോട്ട് കെമിക്കൽ C1. ഈ ആൻസർ എത്രയാണ്? 20. ആൻസർ എത്രയാണ് അതിന്റെ? 20. അടുത്തത് കെമിക്കൽ C1 ഓർ കെമിക്കൽ C2. ഓർ എന്താണെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. കെമിക്കൽ C1 ഓർ കെമിക്കൽ C2. ഓർ എന്താണെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. ഓർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂണിയൻ. ഓർ എന്ന് പറഞ്ഞാൽ എന്താണ്? യൂണിയൻ ആണ്. അപ്പൊ കെമിക്കൽ C1 ഓർ കെമിക്കൽ C2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ആൻസർ എത്ര വരും? യൂണിയൻ. അപ്പൊ N ഓഫ് A യൂണിയൻ B. N ഓഫ് A യൂണിയൻ B നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. N ഓഫ് A യൂണിയൻ B എത്രയാണ് നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്? 140. അപ്പൊ കെമിക്കൽ C1 ഓർ കെമിക്കൽ C2. അപ്പൊ ഞാൻ വീണ്ടും അതിന്റെ അർത്ഥം നന്നായിട്ട് പറയാണ്. കെമിക്കൽ C1 ഓർ കെമിക്കൽ C2 എന്ന് പറയുന്നത് ശരിക്കും A യൂണിയൻ B ആണ്. അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കെമിക്കൽ C1 വരാം, അത് അഫക്ട് ചെയ്തവർ വരാം. കെമിക്കൽ C2 അഫക്ട് ചെയ്തവർ വരാം. രണ്ടും അഫക്ട് ചെയ്തവർ വരാം. കെമിക്കൽ C1 കെമിക്കൽ C2 രണ്ടും അഫക്ട് ചെയ്തവർ വരാം. അതെല്ലാം കൂടെ കൂടുന്നതാണ് എന്തെന്ന് പറയുന്നത്? കെമിക്കൽ C1 ഓർ കെമിക്കൽ C2 എന്ന് പറയുന്നത്. നമ്മുടെ മാത്തമാറ്റിക്കൽ ഭാഷയിൽ എന്തെന്നാണ് പറയുന്നത്? യൂണിയൻ. എന്തെന്നാണ് പറയുന്നത്? യൂണിയൻ എന്നാണ് അവിടെ പറയുന്നത്. എല്ലാവർക്കും പിടികിട്ടിയെന്ന് തോന്നുന്നു. ഇതാണ് ആ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ഇനി അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എല്ലാ ടെക്സ്റ്റിലുള്ള എല്ലാ ക്വസ്റ്റ്യൻസും ചെയ്ത് കഴിഞ്ഞു. മിസ്ലേനിയസിലെ കുറച്ച് ക്വസ്റ്റ്യൻ ഉണ്ട്. അതിൽ നിങ്ങൾ ചെയ്യേണ്ട ക്വസ്റ്റ്യൻ ഇതാണ് ഹോംവർക്ക് ആയിട്ട്. മിസ്ലേനിയസിലെ ക്വസ്റ്റ്യനില് മിസ്ലേനിയസ് എടുക്കുക എല്ലാവരും. അതില് 13 ചെയ്തു നോക്കണം. എടുക്കേണ്ടത് നിങ്ങൾ മിസ്ലേനിയസ് എക്സസൈസ്, അതാണ് എടുക്കേണ്ടത്. മിസ്ലേനിയസ് എക്സസൈസില് 13ാമത്തെ ക്വസ്റ്റ്യൻ ഒന്ന് ഹോംവർക്ക് ആയിട്ട് ട്രൈ ചെയ്യണം. 14ാമത്തെ ക്വസ്റ്റ്യൻ ഒന്ന് ഹോംവർക്ക് ആയിട്ട് ട്രൈ ചെയ്യണം. 13ഉം 14ഉം ഹോംവർക്ക് ആയിട്ട് ട്രൈ ചെയ്യണം. 15ാമത്തത് നമ്മൾ മിസ്ലേനിയസ് എക്സസൈസ് ചെയ്യുന്ന അങ്ങനെ ഒന്നും ചോദിക്കാറില്ല. എന്നാൽ 13, 14 നമ്മൾ പഠിച്ച പോലത്തെ ചോദ്യമാണ്. അത് ജസ്റ്റ് ഒന്ന് ചെയ്തു കൊള്ളണം. 15ാമത്തെ ചോദ്യം നമുക്കൊന്ന് പഠിച്ചിരിക്കാം. വെറുതെ ഒന്ന് പഠിച്ചിരിക്കാം. സിമ്പിൾ ആണ്, കാര്യം ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. അപ്പൊ നമുക്കൊന്ന് പഠിച്ചിരിക്കാം എന്ന് പറയുന്നത്. അപ്പൊ 15ാമത്തെ ചോദ്യം ഒന്ന് വായിക്കുക എല്ലാവരും. ഞാനത് ജസ്റ്റ് പഠിപ്പിക്കുന്നതേ ഉള്ളൂ. ഇത് മുന്നേ പരീക്ഷയ്ക്കൊന്നും ചോദിച്ചിട്ടൊന്നുമില്ല. പരീക്ഷയ്ക്ക് ഇതുവരെ ചോദിച്ചിട്ടൊന്നുമില്ല. ഞാൻ ജസ്റ്റ് പഠിപ്പിക്കുന്നതേ ഉള്ളൂ എന്ന് പറയുന്നത്. അവിടെ 3 സെറ്റ് വരും. നമ്മൾ ഇത്രയും നേരം 2 സെറ്റിന്റെ കാര്യമല്ല പറഞ്ഞത്, 3 സെറ്റ് വരും. അപ്പൊ അതെങ്ങനെയാണ് ചെയ്യുന്നത്? ജസ്റ്റ് പഠിപ്പിക്കുന്നതേ ഉള്ളൂ. കംപ്ലീറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ പഠിപ്പിക്കുന്നതേ ഉള്ളൂ. അപ്പൊ ഇതുവരെ ചോദിച്ചിട്ടില്ല, വീണ്ടും പറയുകയാണെങ്കിൽ മനസ്സിലാക്കാത്തവർ വിട്ടേക്കുക, മനസ്സിലാവുന്നവർ പഠിച്ചു വയ്ക്കുക. സിമ്പിൾ ആണ്, കാര്യം സിമ്പിൾ ആണ്. ഞാൻ നന്നായിട്ട് പറഞ്ഞുതരാം. ഇൻ എ സർവേ ഓഫ് 60 പീപ്പിൾ, ടോട്ടൽ 60 പേരുണ്ട്. നമുക്ക് ആദ്യം ഇത് 3 വരുമ്പോ എന്തായാലും നമ്മൾ ഫോമില ഒന്നും പഠിച്ചിട്ടില്ല. ഫോമില ഒന്നും വേണ്ട. ഞാൻ ആദ്യമേ തന്നെ വെൻ ഡയഗ്രം വരയ്ക്കണം. ആദ്യമേ തന്നെ വലുതായിട്ട് വെൻ ഡയഗ്രം വരച്ചിട്ടുണ്ട്. ഓക്കെ, വെൻ ഡയഗ്രം വരച്ചിട്ടുണ്ട്. ക്ലിയർ ആണെന്ന് തോന്നുന്നു. വെൻ ഡയഗ്രം വരച്ചിട്ടുണ്ട്. എന്തൊക്കെയാണ് അവിടെ ഉള്ളത്? ന്യൂസ് പേപ്പർ വായിക്കുന്നവരാണ്. എച്ച് ന്യൂസ് പേപ്പർ വായിക്കുന്നവരുണ്ട്, ടി ന്യൂസ് പേപ്പർ വായിക്കുന്നവരുണ്ട്, ഐ ന്യൂസ് പേപ്പർ വായിക്കുന്നവരുണ്ട്. ഓക്കെ, അവിടെ ഇരുന്നോ. എച്ച് ന്യൂസ് പേപ്പർ വായിക്കുന്ന എത്ര പേരുണ്ട്? ഇറ്റ് വാസ് ഫൗണ്ട് ദാറ്റ് 25 റീഡ് ന്യൂസ് പേപ്പർ എച്ച്. അവിടെ കിടന്നോട്ടെ, പിന്നീട് എടുക്കാം. കാരണം എച്ച് നമുക്ക് ടോട്ടൽ ഒന്നും വേണ്ട. ഞാൻ പറഞ്ഞായിരുന്നു നമ്മള് വെൻ ഡയഗ്രത്തിൽ ഏറ്റവും ആദ്യം വരയ്ക്കുന്നത് എന്താണ്? ആ കോമൺ ആയിട്ടുള്ളത്. ഇതിൽ 3 വരുമ്പോ കോമൺ ആയിട്ടുള്ള പാർട്ട് ഏതാണ്? ഇതാണോ? ഇതിന് രണ്ടിനും കോമൺ ആണ്. എച്ചിനും ടിക്കും കോമൺ ആണ്. അത് ഐക്ക് കോമൺ അല്ല. ഇതാണോ? അത് എച്ചിനും ഐക്കും കോമൺ ആണ്, ടിക്ക് കോമൺ അല്ല. ഇനി ഇതാണോ? ഇത് ഐക്കും ടിക്കും കോമൺ ആണ്, ഇതിന് കോമൺ അല്ല. അപ്പൊ ഏതാണ് കോമൺ ആയിട്ടുള്ള പാർട്ട് എന്ന് പറയുന്നത്? ഇതാണ് കോമൺ ആയിട്ടുള്ള പാർട്ട്. 3നും കോമൺ ആയിട്ടുള്ള പാർട്ട് എന്ന് പറയുന്നത് ഇതാണ്. എല്ലാവർക്കും ചിന്തിച്ചാൽ മനസ്സിലാവും. ജസ്റ്റ് പടത്തിൽ നോക്കിയാൽ മനസ്സിലാവും. പടം നന്നായിട്ട് നോക്കും. അപ്പൊ ഒന്നുകൂടെ പറയാണ്, എച്ചിനും ടിക്കും മാത്രം കോമൺ ആയിട്ടുള്ള, എച്ചിനും ടിക്കും കോമൺ ആയിട്ടുള്ള റീജിയൻ എന്ന് പറയുന്നത് ഈ ഒരു പോർഷൻ ആണ്. ഈ ഒരു പോർഷൻ എച്ചിനും ടിക്കും മാത്രം കോമൺ ആയിട്ടുള്ള പോർഷൻ. എച്ചിനും ഐക്കും കോമൺ ആയിട്ടുള്ള പോർഷൻ ഈ ഒരു പോർഷൻ ആണ്. ഞാൻ അങ്ങനെ കളറിട്ടൊക്കെ അടിക്കും. എച്ചിനും ടിക്കും കോമൺ ആയിട്ടുള്ള പോർഷൻ ഇതാണ്. എച്ചിനും ടിക്കും കോമൺ ആയിട്ടുള്ള പോർഷൻ. എച്ചിനും ടിക്കും കോമൺ ആയിട്ടുള്ള പോർഷൻ. എച്ചിനും ഐക്കും കോമൺ ആയിട്ടുള്ള പോർഷൻ ഇതാണ്. എച്ചിനും ഐക്കും കോമൺ ആയിട്ടുള്ള പോർഷൻ ഇതാണ്. അടുത്തത് ടിക്കും ഐക്കും കോമൺ ആയിട്ടുള്ള പോർഷൻ ഇതാണ്. ടിക്കും ഐക്കും കോമൺ ആയിട്ടുള്ള പോർഷൻ ഇതാണ്. ഇത്ര മാത്രം അറിഞ്ഞാൽ മതി. ഇത് എച്ചിന് മാത്രം ഉള്ള പോർഷൻ, ഇത് ടിക്ക് മാത്രമുള്ള പോർഷൻ, ഇത് ഐക്ക് മാത്രമുള്ള പോർഷൻ. ഇത്ര അറിയാമെങ്കിൽ കാര്യം സിമ്പിൾ ആണ്. നിങ്ങൾക്ക് പ്രോബ്ലം പെട്ടെന്ന് ചെയ്യാൻ പറ്റും.
ഇത്രയേ ഉള്ളൂ അവിടെ എന്ന് പറയുന്നത് അറിഞ്ഞിരിക്കേണ്ടത്. അപ്പൊ നമുക്ക് നോക്കാം. ഏറ്റവും ആദ്യം മാർക്ക് ചെയ്യേണ്ടത് ഈ ഒരു പോർഷൻ ആണ്. നിങ്ങൾ ഏറ്റവും ആദ്യം മാർക്ക് ചെയ്യേണ്ടത് അതായത് 3നും കോണുണ്ട്. അതായത് 3 ന്യൂസ് പേപ്പറും വായിക്കുന്ന എത്ര പേരുണ്ടെന്ന് നോക്കാം. ന്യൂസ് പേപ്പർ വായിക്കുന്നവരുടെ എണ്ണമല്ല ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പം ഏറ്റവും ആദ്യം 3 ഉള്ളത്, അതായത് 3 വരുന്നത് 3 ന്യൂസ് പേപ്പറും വായിക്കുന്ന എത്ര പേരുണ്ടെന്ന് നോക്കാം. 3 ന്യൂസ് പേപ്പറും വായിക്കുന്ന എത്ര പേരുണ്ട്? ലാസ്റ്റ് നോക്ക്. 3 റീഡ് ഓൾ ദ 3 ന്യൂസ് പേപ്പർ. 3 പേരും എല്ലാ ന്യൂസ് പേപ്പറും വായിക്കും. 3 പേരും എല്ലാ ന്യൂസ് പേപ്പറും വായിക്കും. അപ്പൊ 3 പേരും എല്ലാ ന്യൂസ് പേപ്പറും വായിക്കും. അപ്പൊ അത് ഞാൻ നോട്ട് ചെയ്തു. ഇനി 2 ഇപ്പൊ 3 പേരുള്ളത് കഴിഞ്ഞല്ലോ. ഇനി 2 പേരുള്ളത് നോക്ക്. ഇനി 2 പേരുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എച്ചും ടിയും, എച്ചും ഐയും ടിയും ഐ. നോക്കിയേ, റീഡ് ബോത്ത് എച്ച് ആൻഡ് ടി. എച്ചും ടിയും വായിക്കുന്ന എത്ര പേര്? നോക്കി, ഇതാണ് എച്ചും ടിയും വായിക്കുന്നവർ എല്ലാവരും. എച്ചും ടിയും മാത്രം വായിക്കുന്നവരാണ് ഞാൻ നേരത്തെ ഷെയ്ഡ് ചെയ്തത്. അത് നമ്മുടെ ചോദ്യത്തിലാണ് വരുന്നത്. അപ്പൊ നിങ്ങൾ അതിപ്പോ നോക്കണ്ട. എച്ചും ടിയും മാത്രം വായിക്കുന്നവരെന്ന് പറഞ്ഞാൽ ഈ ഒരു പോർഷനാണ്. ഇത് എച്ച്, ഇത് ടി. ആ ഒരു രണ്ടും മാത്രം വായിക്കുന്നവരെന്ന് പറഞ്ഞാൽ ഈ ഒരു പോർഷനാണ്. ശരിയല്ലേ? ആ ഒരു പോർഷൻ എത്രയാണെന്ന് പറയുന്നുണ്ട്. ആ ഒരു പോർഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എച്ച് ആൻഡ് ടി 11 പേരാണ് എച്ചും ടിയും വായിക്കുന്നവർ. 11 പേര് എച്ചും ടിയും വായിക്കുന്നവർ. അതിൽ എത്ര പേരെ ഞാൻ മാർക്ക് ചെയ്ത് കഴിഞ്ഞു? എച്ചും ടിയും വായിക്കുന്നവർ 11 പേര്. ചോദ്യത്തിൽ നോക്കുക, നിങ്ങൾ തന്നെ നോക്കുക. എച്ച് ആൻഡ് ടി വായിക്കുന്നവർ, നമ്പർ ഓഫ് പീപ്പിൾ സ്റ്റുഡൻസ് ഹു റീഡ് ദ ന്യൂസ് പേപ്പർ എച്ച് ആൻഡ് ടി എന്ന് പറയുന്നത് 11 പേരാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഓൾറെഡി ഞാൻ 3 പേര്, അതിൽ 3 പേരെ ഞാൻ മാർക്ക് ചെയ്ത് കഴിഞ്ഞു. അപ്പൊ ബാക്കി ഇനി എത്ര പേരാണുള്ളത്? 8 പേരാണുള്ളത്. അത് ഞാൻ അവിടെ എഴുതി. ബാക്കി എത്ര പേരാണുള്ളത്? 8 പേരാണുള്ളത്. ഓക്കെ. ഇനി അടുത്തത് എച്ചും ടി നോക്കിയില്ലേ? അടുത്ത എച്ചും ഐയും നോക്കിയേ. എച്ചും ഐയും വായിക്കുന്ന എത്ര പേരുണ്ട്? ടിയും ഐ കൊടുത്തിട്ടുണ്ട്. ടിയും ഐയും വായിക്കുന്ന എത്ര പേരുണ്ട്? നോക്കി. ടിക്കും ഐക്കും കോമൺ ആയിട്ടുള്ള റീജിയൻ ഏതാണ്? ടിക്കും ഐക്കും കോമൺ ആയിട്ടുള്ള റീജിയൻ എന്ന് പറയുന്നത് ഇതാണ്. ടിക്കും ഐക്കും കോമൺ ആയിട്ടുള്ള റീജിയൻ. ശരിയല്ലേ? ഇത് ടി, ഇത് ഐ. ടിക്കും ഐക്കും കോമൺ ആയിട്ടുള്ള റീജിയൻ എന്ന് പറയുന്നത് ഇതാണ്. ഞാൻ ഇവിടെ വരച്ചിട്ടുണ്ട്. എത്ര പേരുണ്ടെന്ന് പറയുന്നുണ്ട്? 8 റീഡ് ബോത്ത് ടി ആൻഡ് ഐ. അപ്പൊ ടിയും ഐയും വായിക്കുന്നവര് ബോത്ത് ടി ആൻഡ് ഐ എന്ന് പറഞ്ഞാൽ ടിക്കും ഐക്കും കോമൺ ആയിട്ടുള്ള പോർഷൻ. ടിക്കും ഐക്കും കോമൺ ആയിട്ടുള്ള പോർഷൻ. അപ്പൊ ബോത്ത് ടി ആൻഡ് ഐ എത്ര? 8 പേര്. അപ്പൊ 8 പേരിൽ 3 പേരെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ ബാക്കി എത്ര പേരാണുള്ളത്? 5 പേര്. 5 പേര് ഞാൻ അവിടെ മാർക്ക് ചെയ്തു. അടുത്തത് 9 റീഡ് ബോത്ത് എച്ച് ആൻഡ് ഐ. നോക്കിയാൽ മതി, തുടക്കത്തിലുണ്ടത് 9 റീഡ് ബോത്ത് എച്ച് ആൻഡ് ഐ. എച്ചും ഐ ഇതാണ്. അപ്പൊ എച്ചിന്റെ ഐയുടെ ഇന്റർസെക്ഷൻ എന്ന് പറയുന്നത് ഈ പാർട്ടാണ്. ഈ പാർട്ടാണ് എച്ചിന്റെ ഐയുടെ ഇന്റർസെക്ഷൻ എന്ന് പറയുന്നത്. അത് 9 പേരുണ്ടെന്നാണ് പറയുന്നത്. 3 മാർക്ക് ചെയ്ത് കഴിഞ്ഞു. അപ്പൊ ബാക്കി എത്ര പേരാണുള്ളത്? 6 പേരാണുള്ളത്. കാര്യങ്ങൾ കഴിയാറായി. ഇനി ഓരോന്നായിട്ട് ആദ്യം മുതൽ എടുത്താൽ മതി. 25 പീപ്പിൾ റീഡ് ന്യൂസ് പേപ്പർ എച്ച്. എച്ച് വായിക്കുന്ന ഇതാണ് എച്ച് എന്ന് പറയുന്നത്. ടോട്ടൽ എച്ച് എന്ന് പറയുന്നത് ഇതാണ്. അതിൽ 25 പേരാണ് എച്ച് എന്ന് പറയുന്ന ന്യൂസ് പേപ്പർ വായിക്കുന്നത്. അപ്പൊ എത്ര ആയി നോക്കി? ഓൾറെഡി 8, 3, 11, 11, 6, 27. 11, 6, 17. 17 ആകുമ്പോ 25 പേരല്ലേ എച്ച് വായിക്കുന്നത്. 25 പേര് എച്ച് വായിക്കുമ്പോ 8, 3, 11, 17. ബാക്കി എത്ര വരും? 8 പേരായിരിക്കും വരുന്നത്. ആ 8 പേര് ഇവിടെ എഴുതി. അതായത് എൻ ഓഫ് എച്ച് എത്രയായിരുന്നു? 25. അപ്പൊ കൂട്ടി നോക്കുക. എച്ചിലുമുള്ളത് കൂട്ടി നോക്കുക. 8, 3, 11, 6, 17. ബാക്കി എന്ന് പറയുന്നത് 8. അതവിടെ എഴുതി. ഇനി അടുത്തത് എൻ ഓഫ് ടി എത്രയാണ് നോക്കി. എൻ ഓഫ് ടി എന്ന് പറയുന്ന വായിക്കുന്ന എത്ര പേരുണ്ട്? ടി വായിക്കുന്ന 26 പേര്. 26 പേരുണ്ട്. അപ്പൊ നോക്കിയേ, ടി ഓൾറെഡി 8, 3 വന്നു. 11, 11, 5, 16. ടോട്ടൽ 26 ആണ്. അപ്പൊ ബാക്കി എത്ര? 10. അടുത്ത ഐ വായിക്കുന്ന എത്ര പേരുണ്ടെന്ന് നോക്കിയേ. ഐ വായിക്കുന്ന എത്ര പേര്? 26 പേര് ഐ വായിക്കും. എൻ ഓഫ് ഐ ഈക്വൽ ടു 26. അപ്പൊ നോക്കി ഐയുടേത് 6, 3, 9, 9, 5, 14. അപ്പൊ ബാക്കി എത്ര? 12. ഇത്ര എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ കാര്യം കഴിഞ്ഞു. നിങ്ങൾക്ക് ഇനി ഏത് ചോദ്യം വന്നാലും നിങ്ങൾക്ക് ഇതിൽ നിന്ന് പറയാൻ പറ്റും. എന്ത് ചോദ്യം വേണേലും വന്നോട്ടെ. ഇത്രയും കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ കാര്യം കഴിഞ്ഞു. ഇത്ര മാത്രമേ ഉള്ളൂ അവിടെ എന്ന് പറയുന്നത്. അപ്പൊ ചോദ്യം ഓരോന്നായിട്ട് നോക്കും. ആദ്യത്തെ ചോദ്യം, ഫൈൻഡ് ദ നമ്പർ ഓഫ് പീപ്പിൾ ഹു റീഡ് അറ്റ്ലീസ്റ്റ് വൺ ഓഫ് ദ ന്യൂസ് പേപ്പർ. അറ്റ്ലീസ്റ്റ് വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മുന്നേ പറഞ്ഞായിരുന്നു യൂണിയൻ ആണ് അതെന്ന് പറയുന്നത്. അറ്റ്ലീസ്റ്റ് ഏതെങ്കിലും ഒന്നെന്ന് പറഞ്ഞാൽ അറ്റ്ലീസ്റ്റ് ഏതെങ്കിലും ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ യൂണിയൻ ആണ്. അപ്പൊ യൂണിയൻ കിട്ടാനായിട്ട് എല്ലാം കൂടെ കൂട്ടിയാൽ മതി. എല്ലാം കൂടെ കൂട്ടുക. ഇവിടെ ഉള്ള എല്ലാം കൂടെ കൂട്ടുക. 8, 8, 16, 10, 26, 5, 31, 3, 34, അടുത്തത് 40, 52. അപ്പൊ യൂണിയൻ എടുക്കുമ്പോൾ എന്താ കിട്ടും? 52. അതായത് എൻ ഓഫ് എച്ച് യൂണിയൻ ഐ യൂണിയൻ ടി. യൂണിയൻ ആണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. അറ്റ്ലീസ്റ്റ് ഏതെങ്കിലും ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒന്നെങ്കിലും വായിക്കുന്ന എത്ര പേര്. അപ്പൊ ഇതെല്ലാം കൂടെ കൂട്ടിയാൽ മതി. ഇവിടത്തെ ഉള്ള നമ്പേഴ്സ് എല്ലാം കൂടെ കൂട്ടിയാൽ മതി. അപ്പൊ യൂണിയൻ കിട്ടും. അപ്പൊ യൂണിയൻ കിട്ടാനായിട്ട് 8 + 8 + 10 + 5 + 3 + 6 + 12 ചെയ്താൽ മതി. അപ്പൊ ഏതെങ്കിലും ഒന്നെങ്കിലും വായിക്കുന്നവര് എത്ര പേരാണുള്ളത്? 52 പേര്.
അപ്പൊ അറ്റ്ലീസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ യൂണിയൻ ആണെന്ന് ഓർത്തിരിക്കുക. അറ്റ്ലീസ്റ്റ് എന്നോ ഓർ എന്നോ ഒക്കെ പറഞ്ഞു വരും. ദ നമ്പർ ഓഫ് പീപ്പിൾ ഹു റീഡ് എക്സാക്ട്ലി വൺ ന്യൂസ് പേപ്പർ. ഒരൊറ്റ ന്യൂസ് പേപ്പർ മാത്രം വായിക്കുന്നവർ. ഒറ്റ ന്യൂസ് പേപ്പർ മാത്രം വായിക്കുന്നവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എച്ച് എന്ന് പറയുന്ന ന്യൂസ് പേപ്പർ മാത്രം വായിക്കുന്നവർ 8 പേരാണ്. എച്ച് എന്ന് പറയുന്ന ന്യൂസ് പേപ്പർ മാത്രം വായിക്കുന്നവർ 8 പേരാണ്. ടി എന്ന് പറയുന്ന ന്യൂസ് പേപ്പർ മാത്രം വായിക്കുന്നവർ 10 പേരാണ്. ടി എന്ന് പറയുന്ന ന്യൂസ് പേപ്പർ മാത്രം വായിക്കുന്നവർ 10 പേരാണ്. ഒറ്റ ന്യൂസ് പേപ്പർ എന്ന് പറയുന്നത് എച്ച് മാത്രം എന്ന് പറഞ്ഞിട്ടില്ല. എച്ച് ആവാം, ടി ആവാം, ഐ ആവാം, ഏത് വേണമെങ്കിലും ആവാം. അപ്പൊ എച്ച് മാത്രം വായിക്കുന്നവർ 8, ടി മാത്രം വായിക്കുന്നവർ 10, ഐ മാത്രം വായിക്കുന്നവർ 12. ഇതും കൂടെ കൂട്ടുമ്പോൾ നമുക്ക് എന്താണ് ഒരേ ഒരു ന്യൂസ് പേപ്പർ വായിക്കുന്നവരുടെ എണ്ണം കിട്ടും. അപ്പൊ ഒരേ ഒരു ന്യൂസ് പേപ്പർ വായിക്കുന്നവരുടെ എണ്ണം 18, 12 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 30 എന്ന് വരും. അപ്പൊ ആൻസർ എത്രയെന്ന് കിട്ടും നിങ്ങൾക്ക്? 30 എന്ന് കിട്ടും അവിടെ ആൻസർ എന്ന് പറയുന്നത്. ഇതാണ് അതിന്റെ ആൻസർ. ഈ 2 ചോദ്യം മാത്രമേ അവിടെ തന്നിട്ടുള്ളൂ. നിങ്ങൾക്ക് ഇതിൽ നിന്ന് പല ചോദ്യങ്ങൾ ഫ്രെയിം ചെയ്യാം. ചോദ്യങ്ങൾ ഇതൊക്കെയാണ്. ഞാൻ പറയാണ്, എച്ച് ആൻഡ് ടി എന്ന് പറയുന്ന ന്യൂസ് പേപ്പർ മാത്രം വായിക്കുന്നവർ. ഫൈൻഡ് ദ നമ്പർ ഓഫ് പീപ്പിൾ ഹു റീഡ് എക്സാക്ട്ലി ഒൺലി എച്ച് ആൻഡ് ടി. എച്ചും ടി മാത്രം വായിക്കുന്നവര് എത്ര പേരാണ്? എച്ചും ടി മാത്രം വായിക്കുന്ന എത്ര പേരാണ്? 8 പേര്. ഫൈൻഡ് ദ നമ്പർ ഓഫ് പീപ്പിൾ ഹു റീഡ് ഒൺലി ന്യൂസ് പേപ്പർ ടി ആൻഡ് ഐ. ടിയും ഐയും മാത്രം വായിക്കുന്നവർ എത്ര പേരാണ്? ടി ഐയും മാത്രം വായിക്കുന്ന എത്ര പേരുണ്ട്? 5 പേരാണ്. ഫൈൻഡ് ദ നമ്പർ ഓഫ് പീപ്പിൾ ഹു